പിന്നെ പ്രോപ്പർ അല്ലാത്ത ഉപയോഗിക്കും. ഇപ്പം മേക്കപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോഫിക്ക് അറിയാലോ, രാത്രി നമ്മളത് റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പോഴ്സ് എല്ലാം അടഞ്ഞു പോയിട്ട് മോക്കുരുകളൊക്കെ വരും. തീർച്ചയായിട്ടും അങ്ങനെ കുറേ ഇഷ്യൂസ്. അപ്പം ബ്യൂട്ടി പ്രോഡക്ട്സ് കറക്റ്റ് അല്ലാതെ ഉപയോഗിക്കുന്നതും ഒരുപാട് കൂടുതലും ഒരുപാട് നാൾ ഉപയോഗിക്കുന്നതും ഒക്കെ നമുക്ക് ഹാം ചെയ്യും. ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യം ലോങ് ടേമിൽ, ഞാൻ ഉദ്ദേശിച്ചത് സ്കിന്നിൻ്റെ ഇത് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന എഫക്റ്റ് ആയിരിക്കില്ല, ലോങ് ടേമിൽ നെഗറ്റീവ് എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്കിന്നിന് നാച്ചുറലായിട്ട് സ്കിന്നിനും ബോഡിക്കും ഫേസിനും ഒക്കെ നമ്മുടെ ഉള്ള ഭംഗി നന്നായിട്ട് കാണിക്കുന്ന നാച്ചുറൽ സാധനം എന്താണ്? എക്സസൈസാണ്. റിയലി? യെസ്. നമ്മൾ വ്യായാമം പലതാവാം, പല ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഡാൻസസ് ഉണ്ട്. ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് പ്രായമാവില്ല. ശരിയാ. ദേ സ്റ്റേ യങ്. അവരുടെ സ്കിന്നും ഫേസും ബോഡി ടോണും പോസ്ചറും എല്ലാം നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഈ വിലയുള്ള കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നേക്കാളും നല്ല ഓപ്ഷനാണ് നമുക്ക് പലതരം എക്സസൈസുകൾ ചെയ്യാം, പലതരം ഡാൻസുകൾ ചെയ്യാം. നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാം അവൈലബിൾ ആണ്, ഇല്ലാത്തതൊന്നുമില്ല. എത്രയോ തരം ഡാൻസ് ഫോംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബ്യൂട്ടിക്ക് നമ്മളൊരു ബെല്ലി ഡാൻസ് ഇതായിട്ട് ഈ എപ്പിസോഡായിട്ട് ഇതിനെ കാണിക്കുന്നത്. പല എപ്പിസോഡിൽ ഞാൻ പല ഡാൻസ് ഫോം എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷെ ബെല്ലി ഡാൻസിൻ്റെ എഫക്റ്റ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ദ എഫക്റ്റ് ഓൺ ബ്യൂട്ടി. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ബെല്ലി ഡാൻസ് ഒക്കെ പഠിക്കാനോ അല്ലെങ്കിൽ അവൈലബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. മിക്കവർക്കും അറിയില്ലായിരിക്കും. നമുക്ക് അവൈലബിൾ ആണ്, ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ആണ് ഇല്ലാത്തത്. കഷ്ടപ്പെടാൻ ആർക്കും വയ്യ. പക്ഷേ നമുക്കതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്താൽ അതൊരു എൻജോയബിൾ ആണത്. കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ്. നമുക്കത് ചെയ്യാനും നമുക്ക് ഭയങ്കര എൻജോയ്, നമുക്കത് ഭയങ്കര സന്തോഷം തരും. ബിക്കോസ് ഇതിനകത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ സൂംബ ആയാലും ബെല്ലി ഡാൻസ് ആയാലും നമ്മുടെ ബ്രെയിനിൽ എൻഡോർഫിൻസ്, ഡോപ്പമീൻസ് ഇങ്ങനെയുള്ള കെമിക്കൽസ് റിലീസാവും. അപ്പം നമ്മൾ ഹാപ്പി ആവും. ഇതൊക്കെ ഹാപ്പി ഹോർമോൺസ് ആണ്. നമ്മൾ ഡിപ്രഷൻ പോകാനും ആങ്സൈറ്റി പോകാനും നമ്മുടെ ഹോർമോൺ റെഗുലേഷൻ ആവാനും പീരിയഡ്സ് കറക്റ്റായിട്ട് വരാനും, ഈവൻ സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മൾ ഈ PCOS ഉള്ളവർക്കൊക്കെ ഹോർമോൺ നോർമൽ ആവുന്ന കാരണം അവരുടെ മൗക്കുരു കുറയുന്നത്, ഹെയർ ഗ്രോത്ത് കുറയുന്നത്, ഇവൻ ഫെർട്ടിലിറ്റിക്ക്, ഇതിനെല്ലാം ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ. ഈ ഡാൻസ് ടീച്ചേഴ്സിനൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും ഒരു അപ്വേർഡ് ആണ് അവരുടെ, ഒരു സ്മൈലിംഗ് ഫേസ് ആണ്.